ഭഗത്ജി, എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? കാരണം അങ്ങ് കൂടുതൽ എഴുതുന്ന അതല്ലെങ്കിൽ വായിക്കുന്ന ചിന്തകളുടെ ആ ഒരു ലോകത്തുള്ള ഒരാൾ കൂടി ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ടും അങ്ങക്ക് ഈ ഒരു വിഷയത്തിൽ അങ്ങയുടേതായിട്ടുള്ള ഒരു വീക്ഷണം എങ്ങനെയാണ് വരുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വഖഫ് വിഷയം എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് തിരുച്ചറിപ്പള്ളിയിലുള്ള ആ ക്ഷേത്രം, ആ ഗ്രാമം, 5-6 ഗ്രാമങ്ങൾ ഒന്നിച്ചിട്ട് അല്ലെങ്കിൽ പഞ്ചായത്തുകൾ ഒന്നിച്ചിട്ട് വഖഫ് ബോർഡ് ആ അവകാശം ഉന്നയിച്ചോട് ബന്ധപ്പെട്ടുള്ള ചില വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് ഞാൻ വഖഫിനെ കുറിച്ച് പഠിക്കാൻ മനസ്സിലാക്കി അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചത്. അപ്പോഴാണ് വഖഫ് എന്താണ് എന്നതിനെ കുറിച്ചൊരു ചെറിയ ചിന്ത എൻ്റെ മനസ്സിൽ വരും. സാധാരണ ഈ ചർച്ചകൾക്കുപരിയായിട്ട് നമ്മൾ ഈ വഖഫിനെ കുറിച്ച് ശരിക്കും ബോധം നമുക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ ഇതിൽ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികമായ ചില അധിനിവേശങ്ങൾ ചില ആൾക്കാർ കൈയടക്കാൻ വരുന്നു എന്നൊരവസ്ഥയിലേക്കാണ് ഈ വഖഫിന്റെ ഈ നിയമനിർമ്മാണങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളുണ്ടായ നിയമനിർമ്മാണങ്ങൾ ഒരു വിഭാഗത്തിന്റെ കൈകളിലേക്ക് സ്വത്തുക്കൾ മുഴുവൻ അല്ലെങ്കിൽ ഈ വഖഫിന്റെ നിയന്ത്രണത്തിലേക്ക് വരുന്നു എന്ന ഒരു ഉൾക്കാഴ്ച നമ്മൾ കണ്ടെത്താൻ കഴിഞ്ഞത്. വഖഫ് എന്നുകൊണ്ട് മനസ്സിലാക്കിയത് ഒരു അറബി ഭാഷയാണെങ്കിലും അതിൽ നിന്ന് എന്താണ് ഞാൻ മനസ്സിലാക്കിയെന്ന് ഉദ്ദേശിച്ചാൽ സ്വയം സമർപ്പിതമായിട്ടുള്ള ചില വഴിപാടുകൾ അല്ലെങ്കിൽ കാര്യങ്ങൾ ഈ പള്ളിക്ക് കൊടുക്കുക അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ അത് 2023 ഇറക്കിയ നിയമത്തിന് വിപരീതമായിട്ട് 1995 ആ നിയമം മാറുന്നതോടുകൂടി സമർപ്പിത ബുദ്ധിക്ക് പകരം ശാശ്വതമായ സമർപ്പണത്തിന് പകരം ഏത് വ്യക്തിയും സ്ഥിരമായ സമർപ്പണം എന്ന ഒരവസ്ഥയിലേക്ക് അത് മാറ്റി. ഏത് വ്യക്തിയെയും സ്ഥിരമായ സമർപ്പണത്തിലേക്ക് പോയി. ആ ഒരു ഭാഷയാണ് ശരിക്ക് എന്നെ മനസ്സിലേക്ക് ഭീതി പരത്തിയത്. എൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു നിസ്കാരപ്പള്ളിയുണ്ട്. അവര് നാളെ എൻ്റെ ഭൂമിക്ക് അവകാശം ഉന്നയിക്കില്ല അല്ലേ എന്നൊരു ചോദ്യം എൻ്റെ മനസ്സിലേക്ക് കടന്നു. അത് എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ സംവദിച്ചപ്പോൾ അവരെന്നെ പൊട്ടൻ എന്ന രൂപത്തിലാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് പറയുന്നത് എന്ന രൂപത്തിലാണ്, നിങ്ങൾ വർഗീയവാദി ആയതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ സംസാരിക്കുന്നത് എന്നാണ്. പക്ഷേ പിന്നീട് അങ്ങനെ ചരിത്രത്തിലേക്കും അല്ലെങ്കിൽ കേസിന്റെ പിന്നാലെയൊക്കെ നടക്കുന്ന ഈ വഖഫിനെ കുറിച്ച് ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ നമ്മൾ ഇന്നാൾ കല്യാണം കഴിഞ്ഞില്ല, നമ്മുടെ ജിയോന്റെ മുതലാളിയുടെയൊക്കെ വീട് പോലും വഖഫിന് അവകാശം ഉന്നയിച്ചു എന്ന് പറയുന്നത് ഈ സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ്. അതെ, അംബാനിയുടെ വീട് പോലും ഇവര് അവകാശം ഉന്നയിച്ചു. അപ്പോൾ വീണ്ടും ഞാൻ ചില വാർത്തകളും ഇതിനെ കൂടി പഠിച്ച സമയത്താണ് ഡൽഹിയിലെ സ്വത്തുക്കൾ മുഴുവൻ, ഡൽഹിയിലെ പല സ്ഥലങ്ങളും വഖഫിന്റെ കയ്യിലാണ് എന്നുള്ളത്, അല്ലെങ്കിൽ അതിനോട് അവകാശം ഉന്നയിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കേരളത്തിലെ പല മുസ്ലിം പണ്ഡിതന്മാരും വഖഫിന്റെ തങ്ങൾക്ക് അധികാരം കിട്ടിയ രൂപത്തിലാണ് അത് പറഞ്ഞ് പരത്തുന്നത്. ചില വീഡിയോകൾ കണ്ടാൽ നമുക്ക് ഭീകരമായ ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. തീർച്ചയായും ഇസ്ലാമിക രാജ്യം വരുന്നതിന് മുമ്പേ ആയിട്ട് തന്നെ ഭാരതത്തില് ഏകദേശം 1,20,000 കോടിയോളം രൂപയുടെ ആസ്തി ഈ വഖഫിനുണ്ട് എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ റെയിൽവേ കഴിഞ്ഞാൽ, അതുപോലെ തന്നെ മറ്റ് 1-2 സ്ഥാപനങ്ങൾ കഴിഞ്ഞാൽ, പ്രതിരോധ വകുപ്പിന്റെ കയ്യിലുള്ള സ്വത്തുക്കളുടെ ആസ്തി കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ 3-ാം സ്ഥാനമാണ് നമ്മുടെ ഈ വഖഫിനുള്ളത് എന്ന് പറയുമ്പോൾ അതിന്റെ ഈ വഖഫിന്റെ സാമ്പത്തികമായ ഒരു അടിത്തറ നമ്മൾ മനസ്സിലാക്കണം. റെയിൽവേ നോക്കൂ, 9.4 ലക്ഷം ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന 8.7 ലക്ഷം സ്വത്തുക്കളാണ് വഖഫ് ബോർഡുകളുടെ നിയന്ത്രണത്തിനുള്ളിൽ എന്ന് പറയുന്നത്. ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും വഖഫ് ബോർഡുകൾ 32 വഖഫ് ബോർഡുകൾ ഈ ഭാരതത്തിലുണ്ട് എന്ന് പറയുന്നു. സത്യത്തില് കേരളത്തിലെ വഖഫ് ബോർഡിന്റെ ആ PDF ഞാൻ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവരിപ്പോൾ തന്നെ ഓർഡർ ഇറക്കിയിട്ടുണ്ട് തോന്നുന്നു.
നിങ്ങളുടെ സ്വത്തുവകകളെ കുറിച്ച് സർക്കാരിന് സമർപ്പിക്കണമെന്ന രീതിയിൽ. അതാണ് ഞാൻ ആ PDF വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. എവിടെയാണ് ഈ ഭരണകർത്താക്കൾക്ക് പിഴച്ചതാണോ അതോ അവർ ഹിഡൻ അജണ്ട വെച്ചിട്ട് ആർക്കോ സപ്പോർട്ട് ചെയ്തതാണോ എന്ന് വരെയാണ് എൻ്റെ സംശയം മുന്നിലേക്ക് വരുന്നത്. ഒരു ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ വേണ്ടി 1947 മുതൽ കോൺഗ്രസ് ഭരണകർത്താക്കൾ പ്രത്യക്ഷവും പരോക്ഷവുമായ രീതിയിൽ വഖഫിനെ സപ്പോർട്ട് ചെയ്തതാണോ എന്ന് പോലും എൻ്റെ സംശയം ബലവത്താക്കണം. 2006, 2005 കാലഘട്ടമായപ്പോഴേക്കും സമ്പൂർണമായ ഒരു നിയന്ത്രണത്തിലേക്ക്, കോടതി പോലും ഇടപെടാൻ പറ്റാത്ത രീതിയിൽ, കോടതിയിൽ നമ്മൾ ചോദ്യം ചെയ്യാൻ പോയാൽ ചോദ്യം ചെയ്യപ്പെട്ടവൻ പുറത്താകുകയും അവകാശം ഉന്നയിച്ചവൻ അകത്താകുകയും, അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കുന്ന ഒരു നിയമനിർമ്മാണമാണ് അല്ലെങ്കിൽ ഒരു വഖഫ് നിയമമാണ് ഇവിടെ കണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ നോക്കൂ, നമ്മളെല്ലാവരും ചിന്തിക്കുന്നതിൽ അപ്പുറമാണ്. ഈ ജാമിദ ടീച്ചർ പറഞ്ഞ പോലെ, ജാമിദ ടീച്ചറുടെ വീടും രാമസിംഹൻജി പറഞ്ഞ പോലെ രാമസിംഹ വീട്ടും സ്വത്തുവകകളും ബൈജുവിന്റെ ഈ യൂട്യൂബ് ചാനലും അല്ലെങ്കിൽ ചാനലും ഹരിയുടെ വീടും സ്വത്തുക്കളും അവരുടെ പാരമ്പര്യ സ്വത്തുക്കളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ എവിടെയെങ്കിലും നിന്ന് നമ്മൾ വഖഫിനെ കുറിച്ചിട്ട് സംസാരിക്കുകയും കാര്യങ്ങൾ പറഞ്ഞാൽ അതൊരു അവകാശമായി ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വഖഫിനെ കുറിച്ച് സംസാരിച്ചു, അത് അദ്ദേഹത്തിന് ഇഷ്ടമുണ്ടായിട്ടാണ് എന്ന രീതിയിൽ പ്രചരിച്ചിട്ട് അത് അവകാശം ഉന്നയിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്വത്തുക്കളും ഒക്കെ പോകുന്നൊരവസ്ഥയിലേക്ക്, അതായത് വഖഫിന്റെ കയ്യിലേക്ക് പോകുന്നൊരവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ അത്തരം മത സ്ഥാപനങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നൊരവസ്ഥയിലേക്ക് പോകുന്നു എന്ന് പറയുന്നതാണ് എന്നെ അലട്ടുന്ന ഏറ്റവും വലിയ വിഷയം. ഇത് സാമ്പത്തികമായ ഒരു കാര്യമാണ്. ഇതോടൊപ്പം അന്വേഷിച്ചപ്പോഴാണ് ബീഹാറിലെയും ഉത്തർപ്രദേശിലുമൊക്കെ പല ഇതിനോട് ബന്ധപ്പെട്ട കൺവീനർമാരുടെ സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ച് മനസ്സിലാക്കുന്നത്. ജാമിദ ടീച്ചർ പറഞ്ഞ പോലെ വന്ന് മുത്തലേക്ക് വരുന്ന സമയത്ത് ഒന്നുമില്ലാത്ത ആൾക്കാർ വലിയ വലിയ കോടീശ്വരന്മാരാകുകയാണ്. ഇത് നമ്മൾ ഇന്ത്യ ടുഡേയുടെ ഒരു വലിയ ഒരു റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. ഇന്ത്യ ടുഡേ റിപ്പോർട്ട് കറക്റ്റായിട്ട് പറയുന്നുണ്ട്. ബീഹാറിലെയും അത് സ്കാൻ ക്യാമ്പ് വെച്ചിട്ടാണ് അതിന് സംസാരിക്കുന്നത്. ബീഹാറിലെയും ഉത്തർപ്രദേശിലെയും ഇത്തരം മഹല്ല് കമ്മിറ്റികളോട് ബന്ധപ്പെട്ട പലരും ആ മഹല്ല് കമ്മിറ്റിക്ക് കിട്ടിയ ഇത്തരം സ്വത്തുക്കള് വിറ്റ് കാശാക്കുന്നു എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പോ എല്ലാം സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വരുമ്പോൾ നാളെ ഇന്നലെ നാളെ ഈ സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ വരുമ്പോഴാണ് പ്രതികരിക്കാൻ ശേഷിയില്ലാത്ത ഒരു വിഭാഗം അപ്പുറത്ത് നിൽക്കുമ്പോൾ തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ 2047 എന്ന ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാൻ സമ്പത്തിനെ കൈയടക്കിയാൽ മതി എന്ന ഹിഡൻ അജണ്ട അല്ലെങ്കിൽ പ്രത്യക്ഷമായ ഒരു അജണ്ട അവർക്ക് മനസ്സിലാകും. ഇതാണ് ഞാൻ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ ഈ ഹിഡൻ അജണ്ടയുള്ള ഈ വഖഫിന്റെ ഈ സ്വത്തുവകകളോടുള്ള ഈ എന്താ പറയുന്ന അത്യായ ആഗ്രഹം നമുക്കുണ്ടാകാൻ പോകുന്ന ഏറ്റവും വലിയൊരു ദുരന്തം. ക്ഷേത്രഭൂമികൾ മാത്രമല്ല, ക്രിസ്ത്യാനിക്ക് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് പോലും അവരുടെ സ്വത്തിന് അവകാശമില്ലാതാകുന്ന ഒരു അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന നിയമമാണ് ഈ വഖഫ് എന്നുള്ളത്. ഇതിനൊക്കെ എതിരായിട്ട് അല്ലെങ്കിൽ ഇതൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് പുതിയ നിയമം സർക്കാർ കൊണ്ടുവരുന്നത് എന്നുള്ളത് സൂചനകരമായ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുവരുന്നത്. അതിൽ പറയുന്നത് നിയമനിർമ്മാണത്തിന് ഇതിൻ്റെതായുള്ള ജില്ലാ ഭരണകൂടത്തിൻ്റെയൊക്കെ അവകാശങ്ങൾ വേണം, അല്ലെങ്കിൽ അനുമതി വേണം. അതുപോലെ തന്നെ 5 വർഷമെങ്കിലും ഇസ്ലാം മതം അനുഷ്ഠിക്കുന്ന അല്ലെങ്കിൽ ആചരിക്കുന്ന ആചരിച്ച ആൾക്കാർക്ക് മാത്രമാണ് ഇത്തരം സ്വത്തുവകകൾക്ക് അല്ലെങ്കിൽ ഈ കാര്യങ്ങള് ദാനം ചെയ്യാൻ അധികാരമുള്ളൂ എന്ന രീതിയിലുള്ള ഒരു അമെൻമെന്റും അതിൽ വരുന്നത്. ഈ ആർട്ടിക്കിൾ 40 വെച്ചിട്ട് സംസാരിക്കുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാകുന്നു. ഈ പുതിയ നിയമം ഈ മോദി സർക്കാർ 3.3 മോദി സർക്കാർ കഴിഞ്ഞ 2-3 മാസങ്ങൾക്ക് മുമ്പ് നടപ്പിലാക്കി അല്ലെങ്കിൽ വെച്ചിട്ടുള്ള ഈ എന്താ പറയാ ഈ വഖഫ് നിയമം എത്രയും പെട്ടെന്ന് സമൂഹത്തില് ഇതിന്റെ ഭീകരവശങ്ങളെ പ്രചരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം പ്രചരണം നടത്തിക്കൊണ്ട് ബോധവാന്മാരെപ്പാക്കിക്കൊണ്ട് ഈ വഖഫ് നിയമത്തിന്റെ ഭീകരവശങ്ങളെ ഉൾക്കൊള്ളിക്കാൻ സമൂഹത്തിനും രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രചോദനം നൽകുന്ന രീതിയിൽ, അവരെ സമ്മർദ്ദത്തിലാക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കുള്ളൂ. നമുക്കൊരിക്കലും ആയുധം കൊണ്ടോ പ്രത്യക്ഷമായ സമരം കൊണ്ടോ
ഇത്തരം കാര്യങ്ങളെ നമുക്ക് ഒരിക്കൽ പോലും നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കില്ല. അതിലപ്പുറമുള്ള ഒരു സാമ്പത്തിക സ്രോതസ്, ഇതിനൊക്കെ വിലയ്ക്ക് വാങ്ങാൻ തക്ക രീതിയിലുള്ള ഒരു സാമ്പത്തിക സ്വഭാവം അപ്പുറത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഈ ഭീകരതയെ മനസ്സിലാക്കാതിരിക്കാൻ നമുക്ക് ഈ ജിഹാദ്, പരോക്ഷമായ ഒരു ജിഹാദിസം, വഖഫ് ജിഹാദിസം എന്ന് വേണമെങ്കിൽ ഞാനിതിനെ സൂചിപ്പിക്കുന്നു. വഖഫ് കൊണ്ട് ജിഹാദിസം നടത്താൻ ഈ നിയമം ഉപയോഗിക്കില്ലേ എന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലുണ്ട്. അതുമാത്രമല്ല, നമ്മള് ഈ പാരമ്പര്യമായിട്ട് പല സ്ഥലങ്ങളും പള്ളിക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത് ഇതൊരു വഖഫ് സ്വത്ത് എന്ന് പറയുന്ന ഒരു ചാരിറ്റബിൾ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതിന്റെ നിലവില് ഏത് സ്ഥാപനമാണോ അല്ലെങ്കിൽ ആ പള്ളി നിൽക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ ഇപ്പൊ നമ്മളെ ഏരിയയിലൊക്കെ നടക്കുന്ന ഒരു നമ്പൂരിയുടെ പറമ്പായിട്ടുള്ള സ്ഥലങ്ങളിലാണ് പല സ്ഥലങ്ങളും അവർ വാങ്ങുകയും അതിനനുസരിച്ച് കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. കുറച്ച് കഴിയുന്ന സമയത്ത് ഇതിൽ ആ പേരുണ്ടാവും, സ്വയംസോ ഇന്ന ആളുടെ പാരമ്പര്യമായിട്ട്. കുറച്ച് കഴിയുമ്പോൾ പറയും, ഇതാ ഈ നമ്പൂരി അല്ലെങ്കിൽ ഈ ഇന്ന സ്വയംസോ എന്ന ആള് ഞങ്ങൾക്ക് ഇത് പാരമ്പര്യമായിട്ട് തന്നതാണ്. അപ്പോ ഇതും കൂടി അന്ന് ഞങ്ങളോട് അന്നത്തെ ആള് പറഞ്ഞിട്ടുണ്ട്, അന്നത്തെ തിരുമേനി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ വെളുത്ത നായരുകൾ വെളുത്ത നായര് കറുത്ത നായരൊക്കെ പരോക്ഷമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് തെളിവൊന്നും വേണ്ടല്ലോ. അവകാശം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഇന്ന് സുഖമായി കിടന്നുറങ്ങുന്ന പല അഢ്യന്മാരായിട്ടുള്ള പല ആൾക്കാരുടെയും കുടുംബാംഗങ്ങളുടെ വീടുകളിലേക്ക് ഇത് കയറി ചെല്ലും. ഞാനൊക്കെ വാങ്ങിയിട്ടുള്ള എൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു പ്രമുഖമായ നായരുടെ ഒരു സംഭവമാണ്. ഇത് ഇന്നലെ നാളെ ഇതേ അവസ്ഥയിലാണ് പോകുന്നതെങ്കിൽ എനിക്ക് പേടിയുണ്ട്. ഞാനത് മനസ്സിലാക്കിയപ്പോൾ പേടിയുണ്ട്. രാമസിംഹ പറഞ്ഞ മാതിരി പല സ്ഥലങ്ങളിലും ഈ അവകാശങ്ങൾ ഉന്നയിക്കേണ്ടി വന്നു. നമ്മളെ ഗുജറാത്തിലെ ദ്വാരകയുടെ 2 ദ്വീപ് സ്വന്തമാണ്, ഞങ്ങൾക്ക് വഖഫാണ് എന്ന് പറഞ്ഞിട്ട് അവകാശം ഉന്നയിച്ചു. ഇപ്പോ സത്യത്തില് കോടതി പോലും മേലോട്ട് നോക്കേണ്ട ഗതികേടാണ്. അപ്പൊ നമുക്ക് ഈ ജിഹാദിന്റെ അല്ലെങ്കിൽ ഇന്ന് നടക്കുന്ന ലാൻഡ് ജിഹാദ്, അതുപോലെ ലവ് ജിഹാദ്, ഇപ്പൊ വരുന്നത് വഖഫ് ജിഹാദായിട്ടാണ് വരാൻ പോകുന്നത്. സത്യത്തില് ഇതിനൊക്കെ കെട്ടിയിടാൻ നമുക്കൊന്നും പറ്റാത്തത്, ഇപ്പോ എന്തെങ്കിലും ഒന്ന് ഞാൻ ഈ ഇസ്ലാമിനെതിരായിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ തോന്നിവാസത്തിനെതിരായിട്ട് ഇവിടെ നടക്കുന്ന ഈ കാര്യത്തിനെതിരെ ഞാൻ പരസ്യമായിട്ട് സംസാരിച്ചാൽ എനിക്കെതിരെ കേസ് ഫലയുന്ന അല്ലെങ്കിൽ കേസ് എടുക്കുന്ന ഒരു ഗതികേടിലേക്ക് ഒരു നിയമ സംവിധാനം വന്നിട്ടുള്ളത്. ഇതൊരു പക്ഷേ ഈ വഖഫിനെ പേടിച്ചിട്ടാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത്. രാമതി ടീച്ചറൊക്കെ ഭാഷയിൽ പറഞ്ഞു സംസാരിച്ചപ്പോൾ എനിക്ക് പേടി മനസ്സിലായത്, ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. സത്യത്തില് ജനാധിപത്യമല്ല, അവകാശങ്ങൾ ഉന്നയിക്കുകയാണ്. അവകാശം ഞാനൊന്ന് പറഞ്ഞാൽ മതി, ആ അവകാശം മതി വഖഫിന്റെ സ്വത്തായി മാറാൻ. ഇന്നലെയും നാളെ എൻ്റെ മകൻ അല്ലെങ്കിൽ എൻ്റെ മകള് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എല്ലാവരുടെ മക്കളടക്കം നോക്കൂ എൻ്റെ മകനെ ഞാൻ അള്ളാഹുവിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ ഈ മകൻ നാളെ വഖഫിന്റെ സ്വത്തായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന അവന്റെ സ്വത്തുക്കളൊക്കെ വരുന്ന അവസ്ഥയിലേക്കാണ് പോണെന്ന് തോന്നുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മോദി സർക്കാർ ഈ അമെന്റ്മെന്റ് അല്ല വരുത്തേണ്ടത് എന്ന് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോഴത്തെ ഈ ചർച്ചയിൽ പങ്കെടുത്ത കുറച്ചും കൂടി രൂക്ഷമായ രീതിയിൽ എനിക്ക് ചിന്തിക്കേണ്ടി വരികയാണ്. എന്റെ പോലെയുള്ള ആൾക്കാരും ചിന്തിക്കും. പാലോട് രവിജ് പറഞ്ഞത് അത് ജാമ്യരിച്ചാൽ കൂട്ടിച്ചേർത്തതൊക്കെ മനസ്സിലാക്കുമ്പോൾ അമെന്റ്മെന്റ് അല്ല വരുത്തേണ്ടത്. ഈ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ ദോഷമുണ്ടാക്കുന്ന ഈ നിയമങ്ങൾ, വഖഫ് എന്ന് പറയുന്ന ഈ നിയമം തന്നെ ഇല്ലാതാക്കി ഇവിടുത്തെ സാമൂഹ്യ പരിഷ്കരണയും സാമൂഹ്യമായ ചിന്തകളും സ്വതന്ത്ര ചിന്തകളും ഒക്കെ, അല്ലെങ്കിൽ നമുക്കിവിടെ കാലാനുസൃതമായി ജീവിക്കാൻ അനുമതി നൽകിയിട്ടുള്ള ഇവിടെ സംസ്കാരത്തിനെ പോലും ഇല്ലാതാക്കാൻ പ്രാപ്തമുള്ള ഈ വഖഫ് നിയമം മോദി സർക്കാർ അമെന്റ്മെന്റിലൂടെ മാത്രം കുറച്ച് ചില 40 കുറച്ച് നിയമങ്ങൾ മാത്രം മാറ്റിയത് കൊണ്ട് പോത്രം പോരാ എന്നുള്ളതാണ് എനിക്കിപ്പോ കൺക്ലൂഷൻ ചെയ്തത്. പോരാത്തന്നെ ഇതേമാതിരിയുള്ള പ്രചരണങ്ങൾ രാമസിജി പറഞ്ഞ പോലെ കൃത്യമായ രീതിയിൽ അജണ്ട നിശ്ചയിച്ചുകൊണ്ട് ഇവിടുത്തെ ഹിന്ദു സംഘടനകൾ ഇതിനു വേണ്ടി പ്രചരണം നൽകുമോ എന്നുള്ളത് ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ പോലും പരോക്ഷമായിട്ട് ആരൊക്കെയോ പേടിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. കാരണം വളരെ വേദനാജനകമാണ് കേരളത്തിന്റെ അവസ്ഥ. സത്യം പറഞ്ഞവൻ സത്യത്തിൽ പുറത്താകുന്ന ഒരവസ്ഥയിലേക്കാണ് പോകുന്നത്. ഈ വഖഫ് നിയമത്തിനെ പേടിച്ചിട്ടാണോ ഒന്നും ഉണ്ടരുത്, വായ തുറക്കരുത് എന്നുള്ളതാണ്. മലബാർ പ്രദേശം മുഴുവൻ നമ്മുടെ
അക്രമകാരികളായിട്ടുള്ള മലബാർ കലാപത്തിൽ നടന്നിട്ടുള്ള ഒരു മഹാ വ്യക്തിത്വത്തെ ചിത്രീകരിക്കുന്ന വലിയ ലൈബ്രറി ഒക്കെ മലപ്പുറത്തുണ്ടാക്കിയ ഒരു വ്യക്തിയുണ്ട്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു രാജ്യം, ഒരു രാജ്യം വന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പം ഈ ടിപ്പു സുൽത്താൻ മാത്രമല്ല, 1921 നടന്നുള്ള കലാപത്തിൽ നടന്നിട്ടുള്ള പല സംഭവങ്ങളും ഇവിടെ ഇന്നലെയും നാളെ വഖഫിന്റെ ഭാഗമായി മാറാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് പറയാം. പാലക്കാട് ജില്ലയിൽ ടിപ്പു സുൽത്താൻ റോഡ് എന്നാണ് പേര് വരുന്നത്, ഈ മണ്ണാർക്കാടേക്കുള്ള റോഡ്. ആ ടിപ്പു സുൽത്താൻ റോഡിന്റെ പല സ്ഥലങ്ങളിൽ നാളെ വഖഫ് ടിപ്പു സുൽത്താന്റെ റോഡ് ഞങ്ങളുടെ വഖഫാണ്, അതിന്റെ തൊട്ടുള്ള പല നമ്പൂരിമാരുടെയും എന്തിനേറെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ജീവിക്കുന്ന ഇന്നും ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലഫലങ്ങളും വഖഫിന്റെ സ്വത്തായി മാറാൻ സാധ്യതയുണ്ട്. അവിടെയുള്ള ക്രിസ്ത്യൻ പള്ളികൾ നാളെ വഖഫ് സ്വത്തായി മാറാൻ സാധ്യതയുണ്ട്. അവിടെ ഈ ഒരു ഭീകരമായ പരോക്ഷമായി ഞാനൊരു വായിച്ചതായിട്ട് എനിക്കൊരു ഓർമ്മയുണ്ട്. അവർ വരും പല രൂപത്തിൽ. പക്ഷേ നമ്മൾ മൗനമായിട്ട് നമ്മളെ വീട്ടിൽ നമ്മളെ കുടുംബാംഗങ്ങളെ മാത്രം കെട്ടിപ്പിടിച്ചിരിക്കും. അവർ നമ്മുടെ അടുത്തുള്ള വീടുകളിൽ വന്ന് ആക്രമണം നടത്തും. അപ്പോഴും നമ്മൾ എല്ലാം മറഞ്ഞുകൊണ്ട് മുണ്ടാണ്ടിരിക്കും. പക്ഷേ നമ്മുടെ വീട്ടിലേക്ക് വരും. ഭാര്യയെ അവർ കൊണ്ടുപോകും, കുട്ടിയെ അവിടെ കൊണ്ടുപോകും. കാരണം ഞാൻ മതേതരനാണ്, ഞാൻ വഖഫിനെതിരെ ഒന്നും സംസാരിക്കില്ല, ഞാൻ വളരെ നല്ല കുട്ടിയാണ് എന്ന് ചമഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ 5-ാമത്തെ ദിവസം അവർ അവരുടെ വാളുമായി എന്റെ കഴുത്തറക്കാൻ വേണ്ടിയിട്ട് വരുമ്പോഴും ഞാൻ മൗനമായിട്ടിരിക്കും. ഇതാണ് ഇന്നത്തെ ഭരണകൂടങ്ങളുടെയും ഇന്നത്തെ രാഷ്ട്രീയ പാർട്ടികളുടെയും ഇന്നത്തെ ഹൈന്ദവന്റെയും ഒക്കെ സ്ഥിതി എന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും പാലോട് രവിയുടെയും ജാമതി ടീച്ചറുടെയും ഒക്കെ വാക്കുകൾ കൃത്യമാണ്. ഈ നിയമം നമുക്ക് വേണ്ട. വഖഫ് എന്ന് പറയുന്ന ഈ ബോർഡ് തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് വേണ്ട എന്ന് തന്നെയാണ് എന്റെ വ്യക്തമായ അഭിപ്രായം.